ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസ്രുള്ള വിങ്ങിപ്പൊട്ടുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ്. ഇത് സ്ത്രീകളുടെ ശാപമാണ്. നിഷ്കളങ്കരായ ഇസ്രയേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ താങ്കൾ ചിരിച്ചിരുന്നില്ലേ എന്ന മറുചോദ്യമുയർത്തി സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ കരച്ചിൽ ആഘോഷിക്കുന്നു. ആരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അതെല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഇത് ഹമാസ് ഇരന്നു വാങ്ങിയതാണ്. അതുകൊണ്ട് ഇത് അവർക്കുള്ള വിധിയാണ്. ഹമാസ് തീവ്രവാദികൾ 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നുഴഞ്ഞുകയറി ഇസ്രയേലികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡറായ നസ്രുള്ള സംതൃപ്തിയോടെ ചിരിച്ചിരുന്ന കാഴ്ചകളാണ് ഈ ലോകം കണ്ടത്. ഇന്ന് ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസ്രുള്ള വിങ്ങിപ്പൊട്ടുമ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ഇരന്നു വാങ്ങിയ ഈ വിധിക്ക് ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. പേജറുകൾ പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഇത് ഇസ്രയേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച് സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയാണ് മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. തന്റെ നൂറുകണക്കിന് അനുചരന്മാർ കൊല്ലപ്പെട്ടത് അറിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസ്രുള്ളയുടെ വീഡിയോ വൈറലായാണ് പ്രചരിക്കുന്നത്. നിഷ്കളങ്കരായ ഇസ്രയേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ താങ്കളുടെ ചിരി ഞങ്ങൾ കണ്ടതാണ് എന്ന നിരവധി കമന്റുകളാണ് ഈ വീഡിയോയുടെ താഴെ വരുന്നത്. നമുക്കറിയാം, 2 മാസത്തോളം നീണ്ട സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഹമാസ് സ്ത്രീകൾക്കെതിരെ നടത്തിയ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ എത്രമാത്രം ക്രൂരത നിറഞ്ഞതായിരുന്നു എന്നത് പുറത്തുവന്നതാണ്. റേവ്, ഗാസ അതിർത്തിയിലെ സൈനിക താവളങ്ങൾ, കിബുൽസിം എന്നിവ ഉൾപ്പെട്ട ഇസ്രയേലിലെ വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനിടെ 2 കുട്ടികളുടെ അമ്മയായ ഗാൽ അബ്ദുഷ് നേരിടേണ്ടി വന്ന ഹൃദയഭേദകമായ അനുഭവങ്ങൾ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. അവരുടെ അവസാന നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു. അതൊക്കെ കണ്ട് ഈ ലോകത്തുള്ള ഓരോ സ്ത്രീകളും ഭീതിപ്പെട്ടതും അതുപോലെ വേദനിച്ചതും എത്രമാത്രമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അർത്ഥനഗ്നയായ നിലയിൽ റോഡിലായിരുന്നു അവരെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അവരുടെ മുഖം കത്തിച്ച് വികൃതമാക്കിയിരുന്നു. നന്നായി പോയി എന്നുള്ള മട്ടിൽ ആ സമയത്ത് ഹിസ്ബുള്ളയുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുക, ശാരീരികമായി വികൃതമാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതുന്ന കുറഞ്ഞത് 10 കേസുകളെങ്കിലും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. സാക്ഷിമൊഴികൾ, വീഡിയോ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ, GPS വിവരങ്ങൾ ഇതൊക്കെ വിരൽ ചൂണ്ടിയത് ഹമാസ് ലിംഗാധിഷ്ഠിതമായി ആക്രമണം നടത്തി എന്നതിലേക്കാണ്. ബലാത്സംഗം, അംഗഭംഗം, സ്ത്രീകൾക്ക് എതിരായ ക്രൂരത എന്നിവയുടെ ഭയാനകമായ ദൃശ്യങ്ങളാണ് സാക്ഷികളും അന്ന് വിവരിച്ചത്. അതിക്രമങ്ങളെ അതിജീവിച്ച് 24 വയസ്സുള്ള അക്കൗണ്ടന്റായ സാപ്പിർ, റേവ് പാർട്ടിയിൽ പങ്കെടുത്ത ഇസ്രയേലി യുവതി റാസ് കൊഹേൻ എന്നിവരുടെ സാക്ഷിമൊഴികൾ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായി വിവരിച്ചിരുന്നു. ഇതുകൂടാതെ 1-ലധികം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതിന്റെ ഗ്രാഫിക്സ് വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ നൽകിയിരുന്നു. ലൈംഗിക പീഡനം നടന്നതിന്റെ സൂചനകൾ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വിവിധ ഇടങ്ങളിൽ നിന്ന് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരും സൈനികരുമൊക്കെ നൽകിയിരുന്നതാണ്. സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ നടന്ന ഹീനമായ കുറ്റകൃത്യങ്ങളെ സാധൂകരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ആ സമയത്ത് പുറത്തുവരികയും ചെയ്തിരുന്നു. ഹമാസ് വളഞ്ഞ കിബൂസിൽ നിന്ന് കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൽ തുടകളിലും മറ്റും നഖങ്ങൾ ആഴ്ന്നിറങ്ങിയതിന്റെ പരുക്കുകളും കണ്ടെത്തിയിരുന്നു. ഇത്രമാത്രം ഹീനമായ ആക്രമണങ്ങൾ സ്ത്രീകളോട് നടത്തിയ ഹമാസിന്റെ വിജയത്തെ ആഘോഷിച്ച ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ തിരിച്ചടി കിട്ടുമ്പോൾ ഹിസ്ബുള്ള സങ്കടപ്പെടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രയേലിലെ ഓരോ ജനങ്ങളും ആഹ്ലാദിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രയേലിൽ ഒരിടവും സുരക്ഷിതമായിരിക്കില്ല എന്ന് ലെബനനിലെ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ തലവൻ ഹസൻ നസ്രുള്ള പറഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപാണ്. കഴിഞ്ഞ ആഴ്ച തെക്കൻ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള സീനിയർ കമാൻഡർ തലേബ് അബ്ദുള്ളയെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങിൽ 3 പ്രവർത്തകർക്കൊപ്പം സംസാരിച്ച നസ്രുള്ള ഇസ്രയേലുമായി വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയായിരുന്നു. തങ്ങൾ ഹമാസിനെ പിന്തുണച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുക എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ലോകം ഇപ്പോൾ നസ്രല്ലയുടെ ദുഃഖത്തിന് മുന്നിൽ രോഷം പ്രകടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.